നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-6 പരീക്ഷണത്തിനൊരുങ്ങുന്നുവെന്ന് സൂചന. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ചാന്ദിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വരാനിരിക്കുന്ന നിർണായകമായ മിസൈൽ പരീക്ഷണത്തിന് മുന്നോടിയായി 11,000-ലധികം ആളുകളെ അധികൃതർ ഒഴിപ്പിച്ചു കഴിഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചാന്ദിപ്പൂരിലെ ലോഞ്ച് കോംപ്ലക്സ് 3 കേന്ദ്രീകരിച്ചായിരിക്കും ഈ മിസൈൽ പരീക്ഷണം നടക്കുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-6 ആയിരിക്കും ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുക എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഏത് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മാനദണ്ഡങ്ങൾക്കനുസൃതമായ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ലോഞ്ച് കോംപ്ലക്സിന് 1 കിലോമീറ്റർ മുതൽ 3.5 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിൽ വൻതോതിലുള്ള ഒഴിപ്പിക്കൽ നടപടികൾക്ക് ജില്ലാ ഭരണകൂടം തുടക്കം കുറിച്ചിട്ടുണ്ട്. മിസൈൽ പരീക്ഷണം പൂർത്തിയാകുന്നതുവരെ പ്രദേശവാസികളെയും അവരുടെ വളർത്തുമൃഗങ്ങളെയും താൽക്കാലികമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. മിസൈൽ പരീക്ഷണം പൂർത്തിയാവുകയും അധികൃതരുടെ സുരക്ഷാനുമതി ലഭിക്കുകയും ചെയ്ത ശേഷം പ്രദേശവാസികൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ നിശ്ചിത സുരക്ഷാ മേഖലകളിൽ നിന്നായി ഏകദേശം 11,442 ആളുകളെ മാറ്റിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇങ്ങനെ ഒഴിപ്പിക്കപ്പെടുന്നവർക്കായി ബർദൻപൂർ മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടർ, ബർദൻപൂർ ഹൈസ്കൂൾ, ഭീംപൂർ മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടർ, ടുണ്ട്ര മൾട്ടിപർപ്പസ് സൈക്ലോൺ ഷെൽട്ടർ, നിധിപാട സേവാശ്രമം എന്നിവയുൾപ്പെടെയുള്ള നിരവധി താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയധികം മുൻകരുതൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് അഗ്നി-6 ആകാമെന്ന് സംശയിക്കുന്നത്. സാധാരണ മിസൈൽ പരീക്ഷണത്തിന് ഇത്രയും വിപുലമായ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാറില്ലാത്തതിനാലാണ് നടക്കാൻ പോകുന്നത് അഗ്നി-6 മിസൈലിന്റെ പരീക്ഷണമാകാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനം. ഒഴിപ്പിക്കൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ സുഗമമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ചാന്ദിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് കാലങ്ങളായി നിരവധി തന്ത്രപ്രധാനമായ ആയുധ പരീക്ഷണങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. പരീക്ഷണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പരീക്ഷണ മേഖലയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ഭരണ സംവിധാന ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ആസൂത്രണം ചെയ്തിരിക്കുന്ന വിക്ഷേപണത്തിന്റെ സാങ്കേതിക വിവരങ്ങളെക്കുറിച്ച് അധികൃതർ ഔദ്യോഗികമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വലിയ തോതിലുള്ള ഈ ഒഴിപ്പിക്കൽ നടപടികൾ വരാനിരിക്കുന്ന പരീക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കൂടിയാണ് അടിവരയിടുന്നത്. കഴിഞ്ഞ മെയ് 8-ന് ഇന്ത്യ അഗ്നി-5 മിസൈലിന്റെ MIRV വകഭേദം വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇന്ത്യ വികസിപ്പിക്കുന്ന ഏറ്റവും ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് അഗ്നി-6നെ വിശേഷിപ്പിക്കുന്നത്. അഗ്നി-6ന്റെ എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും പൂർത്തിയായെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ മിസൈൽ നിർമ്മാണത്തിലേക്കും പരീക്ഷണത്തിലേക്കും കടക്കുമെന്ന് നേരത്തെ DRDO മേധാവി വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം മേഖലയിൽ ഇന്ത്യ നോട്ടാം മുന്നറിയിപ്പ് നൽകുമ്പോഴൊക്കെയും അഗ്നി-6 മിസൈൽ അഭ്യൂഹങ്ങൾ ഉയരാറുണ്ട്. ഏകദേശം 8,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാകും അഗ്നി-6 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഗ്നി-5 മിസൈലിന്റെ പരിഷ്കരിച്ച രൂപമാണ് അഗ്നി-6. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് 10 മുതൽ 11 വരെ ആണവ പോർമുനകൾ തൊടുത്തുവിടാൻ കഴിയുന്ന MIRV സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടെത്തുക പ്രയാസകരമാണ്. ഈ മിസൈൽ ഇന്ത്യയുടെ ഏറ്റവും മാരകമായ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഭൂഖണ്ഡാന്തര മിസൈലായ ഇതിന് ഏകദേശം 3 ടൺ ഭാരമുള്ള ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുണ്ടാകും. ലോകത്തിന്റെ പകുതിയിലധികം ഭാഗങ്ങളും അഗ്നി-6ന്റെ പരിധിയിൽ വരും.